നമസ്കാരം. ആക്രമണത്തിന് കയ്യും കണക്കുമില്ല. പല SFI സഖാക്കന്മാർക്കും ഗുണ്ടായിസം കാണിക്കാൻ പ്രത്യേകം വീടൊരുക്കി സൗകര്യം ഉറപ്പുവരുത്തുകയാണ് പാർട്ടി. സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് കൊയിലാണ്ടി SNDP കോളേജിലെ വിദ്യാർത്ഥിയെ SFI പ്രവർത്തകർ ആക്രമിച്ചതിന് പിന്നാലെയുള്ള നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ്. കഴിഞ്ഞ ദിവസം SFI വിദ്യാർത്ഥികൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച അമൽ പറയുന്നത് കേട്ടാൽ കണ്ണു തള്ളും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയാണ് അമലിനെ SFI പ്രവർത്തകർ ആക്രമിക്കുന്നത്. SFIയുടെ കോളേജ് യൂണിയൻ ചെയർമാൻ R. അഭയകൃഷ്ണ കോളേജിന് താഴെയുള്ള വീട്ടിലേക്ക് തന്നെ വിളിപ്പിക്കുകയായിരുന്നു. അമലിന്റെ ക്ലാസ്സിലാണ് ചെയർമാൻ പഠിക്കുന്നത്. അമൽ 3 കൂട്ടുകാരുമായി അവിടെ നിൽക്കുന്ന സമയത്താണ് SFI പ്രവർത്തകർ അവനെ വിളിപ്പിക്കുന്നത്. പാർട്ടി പ്രവർത്തകന്റെ അടഞ്ഞുകിടക്കുന്ന വീട്ടിലേക്കായിരുന്നു വിളിച്ചത്. അവിടെ വിളിച്ചു വരുത്തി SFI നേതാക്കൾ പലരെയും ചോദ്യം ചെയ്യാറുണ്ട്. അവർ അമലിനെ മുകളിലെ മുറിയിലേക്ക് കൊണ്ടുപോകുകയും അവിടെ SFI നേതാക്കന്മാരും പുറത്തുനിന്ന് വന്നവരുമൊക്കെയായി 20ഓളം പേരുണ്ടായിരുന്നു എന്ന് അമൽ പറയുന്നു. SFI യൂണിറ്റ് സെക്രട്ടറി അനനാഥിന് കുറച്ചു ദിവസം മുമ്പ് കോളേജ് ക്യാമ്പസിൽ മർദ്ദനമേറ്റിരുന്നു. അത് ആസൂത്രണം ചെയ്തത് താനാണെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ആക്രമണം. പക്ഷേ താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നും അന്ന് നൽകിയ പരാതിയിലും തന്റെ പേരില്ലായിരുന്നുവെന്നും ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നും ആവർത്തിക്കുകയാണ് അമൽ. മൂക്കിലും കണ്ണിന്റെ വശത്തുമൊക്കെയാണ് കഴിഞ്ഞ ദിവസം അമലിനെ SFI പ്രവർത്തകർ ആക്രമിച്ചപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. ഒരാൾ മാത്രമാണ് അയാളെ മർദ്ദിച്ചതെന്ന് അമൽ പറയുന്നു. ബാക്കിയുള്ളവർ തടഞ്ഞു വെച്ച് നോക്കി നിൽക്കുകയായിരുന്നു. അമലിനെ ആക്രമിച്ച ശേഷം കൂട്ടുകാരാണ് അവനെ ആശുപത്രിയിലേക്ക് എത്തിച്ചതെന്നാണ് റിപ്പോർട്ട്. ഇപ്പോഴും മൂക്കിന്റെ ഇരുവശത്തും വിങ്ങിയിരിക്കുകയാണ് എന്നും ചോര കല്ലിച്ചിട്ടുണ്ട് എന്നും പൊട്ടലുണ്ട് എന്ന സംശയമുണ്ട് എന്നൊക്കെ അമൽ പറയുന്നു. ഇതാണ് മാതൃകാ ഭരണം കാഴ്ചവെക്കുന്ന കുട്ടി സഖാക്കന്മാരുടെ ചെയ്തികൾ. ഇതൊന്നും ഇല്ലാതാക്കാനോ കുട്ടികളെ നല്ല വഴിക്ക് നടത്താനോ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കാനോ മാതൃകാ നേതാക്കൾ ഈ കുട്ടി സഖാക്കന്മാർക്ക് നിർദ്ദേശം നൽകാറില്ല എന്നതാണ് വസ്തുത. കാരണം അവർക്ക് വേണ്ടതും സമൂഹത്തിന് ഗുണമുണ്ടാകുന്ന ഒരു നല്ല സഖാക്കളെയല്ല. അവർക്ക് വേണ്ടത് തങ്ങൾക്ക് വേണ്ടി എന്തിനെന്ന് പോലും ചോദിക്കാതെ പറയുന്ന സമയത്ത് തല്ലാനും കൊല്ലാനും വേണ്ടി ഇറങ്ങുന്ന ചിലരെയാണ്. അതിനുവേണ്ടി കോളേജ് ക്യാമ്പസുകളെ കരുവാക്കി മാറ്റുകയാണ് CPM നേതാക്കൾ.